ഗായ്സ്, വെൽക്കം ടു റോസ് ജാസ് യൂണിക് പെറ്റൽസ്. ഇത് നമ്മൾ അടിപൊളി ഒരു വാൽക്കണ്ണാടി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകണം. നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ വാൽക്കണ്ണാടിയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പെയിൻ്റൊക്കെ പോയി ഇരിക്കുന്ന ഒരു വാൽക്കണ്ണാടിയാണിത്. ഇത് നമുക്ക് വിഷുവിനൊക്കെ കണി വയ്ക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കണ്ണാടിയാക്കി നമ്മൾ മാറ്റിയെടുക്കാനാണ് നമ്മളിവിടെ പോകുന്നത്. ആദ്യം തന്നെ നമ്മളിത് നന്നായി ഒന്ന് ക്ലീനാക്കി നല്ല തുണിയൊക്കെ എടുത്ത് നന്നായി തുടച്ചൊന്ന് നല്ല ക്ലീൻ ആക്കാം. ഇനി നമുക്കതിന് ആവശ്യമുള്ള സാധനം മോൾഡിറ്റിൻ്റെ ഈ ക്ലേ ആണ് നമുക്ക് ആവശ്യം. ഒരു രണ്ട് പാക്കറ്റ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് നമ്മൾ ഈക്വലായിട്ട് എടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അതിന് വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതിനാവശ്യം ഡിസൈനൊക്കെ കൊടുക്കാൻ നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഏത് ടൂൾസ് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ വലിയ സൂചി, അതുപോലെ തന്നെ ചെറിയ പിന്നുകൾ, പെന്നിൻ്റെ ആണത്. അതുപോലെ തന്നെ ടൈലറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന നൂല് കട്ട് ചെയ്യുന്ന ടൂളാണത്. അല്ലെങ്കിൽ നമ്മുടെ പെന്നിൻ്റെ ട്യൂബാ, അതൊക്കെ നമുക്ക് ഞാനിപ്പോൾ ഇത് വെച്ചെന്നുള്ള നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള ഏത് ടൂള് വെച്ചിട്ടും നമുക്കിത് സെറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ പാക്കറ്റ് പൊട്ടിക്കാനായിട്ടാ. നമ്മളിതിൽ 2 പാക്കറ്റാണ് ഞാൻ വരുന്നത് പറഞ്ഞത്. ഇത് രണ്ടെടുത്ത് നമ്മൾ ഒരുപോലെ ഒരേ മെഷർമെൻറ്റിൽ വേണം നമ്മളത് ഒരുപോലെയാണ് വേണം എടുക്കാൻ. നമ്മൾ പൊട്ടിക്കാനത് അധികം നേരം നമ്മൾ എടുത്തിട്ട് പുറത്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ എയർടൈറ്റായിട്ട് നമ്മൾ എടുത്ത് വയ്ക്കണം, അല്ലെങ്കിൽ നമുക്കത് കട്ട പിടിച്ച് പോകാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി സോപ്പിട്ട് നമ്മൾ കൈ കഴുകി എടുക്കും വേണം. ഇതിലൊരു പാക്കറ്റിലൊരു ഡാഷ് പോലത്തെ കളറും പിന്നെ ഒരു പാക്കറ്റിൽ ഒരു വൈറ്റ് കളറാണ് വരുന്നത്. നമ്മൾ 2 പാക്കറ്റിൽ നിന്നും ഈക്വൽ അളവിൽ നമ്മൾ കുറച്ച് ക്ലേ എടുക്കുകയാണ് ആദ്യം. എന്നിട്ട് ഇത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ എല്ലാ സൈഡിലേക്കും ഇത് നമ്മുടെ കൈ എത്തണം. നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. 2 പാക്കറ്റിലെ ഇതും മെറ്റീരിയലും നല്ല നൈസായിട്ട് സെറ്റ് ആവണം കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ നന്നായി ഉരുട്ടി നമ്മൾ കൈൻ്റെ അടിയിൽ വെച്ച് നന്നായി ഉരുട്ടുമ്പോൾ തന്നെ സെറ്റാവും. അപ്പോൾ നമ്മളത് നല്ല ഈക്വലായിട്ട് 2 ക്ലേയും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ കണ്ണാടിക്ക് ചുറ്റും നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് നമ്മൾ തിരിക്കുമ്പോൾ അതിങ്ങനെ നീളത്തിൽ ആക്കിയെടുക്കുക. തിരിച്ചിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് ലൂസാവും കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആക്കി നമ്മളതൊന്ന് ആ കണ്ണാടിയുടെ ചുറ്റും നമ്മളൊരു ലെയർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചുറ്റോരം ആ കണ്ണാടിയുടെ ചുറ്റും ഒരു ലെയറിൽ നമ്മളൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് ഒടിച്ചു കൊടുത്തിട്ടുള്ളത്. അതവിടെ സെറ്റായിക്കോളും. ശരിക്കും എല്ലാ വശം ഒന്ന് ഈക്വലായോ എന്നുള്ളത് നോക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഇതേപോലെ നമ്മൾ നീളത്തിൽ തന്നെ ഉരുട്ടിയെടുത്തിട്ട് അടിഭാഗത്ത് മാത്രമായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുൾ ഭാഗമില്ല, കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട്. അതിന് ശേഷം നമ്മൾ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതേപോലെ നീളത്തിൽ ഉരുട്ടിയിട്ട് പിന്നെ കൈൻ്റെ അടിയിലിട്ട് വെക്കുമ്പോൾ ചെറിയ ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് സിമ്പിളല്ലേ. അങ്ങനെ നമ്മൾ ചെറിയ ബോൾസുകൾ നമ്മൾ ആക്കിയിട്ട് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിന് ബാക്കിയുള്ള സൈഡിൽ മുഴുവൻ നമുക്ക് ഇതേപോലെ ക്ലേ നീളത്തിൽ തന്നെ ഉരുട്ടിയിട്ട് ഇതേപോലെ ഒരു സ്റ്റെപ്പും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് പതുക്കെ ഒന്ന് പ്രസ്സാവാൻ വേണ്ടിയിട്ട്, ഒന്ന് സ്റ്റിക്കാവാൻ വേണ്ടിയിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ താഴെയായിട്ട് ഒരു ലെയറും കൂടി ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നീളത്തിലാക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിന് ചുറ്റും നമ്മൾ ചെറിയ ബോൾസ് വെച്ച് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടിഭാഗത്തും നീളത്തിൽ നമ്മളൊരു ലെയർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സ് പോലെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇതേപോലെ നീളത്തിൽ അത് ഒന്ന് എടുക്കുക. ക്ലേ ഒന്ന് നീളത്തിലാക്കിയ ശേഷം
ഒരു അറ്റഭാഗം മാത്രം നമ്മളൊന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഭാഗം ശരിയായി. നമ്മൾ അതിലൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബാക്കി ഭാഗത്ത് നീളം കൂടുതലാണ്, നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ബാക്കി കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല ഡിസൈനിലാക്കാം. ഇപ്പം ഉണ്ടാക്കിയ പോലത്തെ ആ ഡിസൈൻ നമുക്ക് മിററിന് ചുറ്റും മുഴുവൻ കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ കഴിവിന് ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. നമുക്കിതുമ്പോൾ ഓരോ ഡിസൈനുകൾ കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു ഷേപ്പ് മാത്രമല്ല നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളൂ. നമുക്ക് ചെറിയ ചെറിയ ടൂൾസ് ഉപയോഗിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സൂചി, പാനര, ട്യൂബ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് പല പല ഡിസൈനുകൾ നമുക്കിതുമ്പോൾ ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു വലിയ സൂചിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റം നമ്മൾ നൂല് കോർക്കണ ഭാഗമില്ലേ, അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായി ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പതുക്കെ പ്രസ് ചെയ്താൽ മതിയിട്ട്, അധികം ബലം പിടിക്കേണ്ട. ചെറുതായി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ ആദ്യം ഒട്ടിച്ചത് കുറച്ച് ടൈറ്റായി തുടങ്ങി. അങ്ങനെ നമുക്ക് ആ സൂചി ഒന്നും എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചിലത് ഇത്തിരി പുറത്ത് വായിൽ തട്ടുമ്പോൾ ഒന്ന് കട്ട പിടിക്കത്. പിന്നെ നമ്മൾ ആ സൂചി ഇട്ടാൽ നമ്മൾ ചെറുതായ ബോൾസിനൊക്കെ ഒന്ന് ഡോട്ടിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ബോൾസ് മാത്രം നമ്മൾ ഡോട്ടിട്ട് കൊടുക്കണുള്ളൂ. നമ്മൾ അടിയിലിരിക്കുന്ന ആ ഒരു വലിയ ബോൾസ് മാത്രം നമ്മൾ ഇതേപോലെ ഡോട്ട്സ് കൊടുക്കണുള്ളൂ. ബാക്കിയുള്ള ബോൾസിനൊക്കെ നമ്മൾ വേറെ ഡിസൈനാട്ടോ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ചെറിയ ചെറിയ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത് നമുക്ക് പെന്നിൻ്റെ ട്യൂബ് കൊണ്ട് നമുക്ക് എല്ലാ ബോൾസുമേയും നമ്മളിതേപോലെ ബാക്കിയുള്ള ബോൾസിനെയൊക്കെ നമ്മളിതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റൗണ്ട് ഷേപ്പ് വരും. നമ്മളിത് കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. ഫുള്ളായിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ഡിസൈൻ ചെയ്യാത്ത സ്ഥലത്തൊക്കെ ഇതേപോലെ സൂചിയുടെ നൂല് കുറക്കണ വശം കൊണ്ട് നമ്മൾ വലിയ സൂചി ആകാനായിട്ട് അത് നന്നായി ആവും. ചെറിയ സൂചി ആകുമ്പോൾ അതിൻ്റെ ഹോള് ചെറുതാവല്ലോ. അപ്പോൾ വലിയ സൂചി എടുക്കാതിരിക്കും നല്ലത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കെയിലോ ഏതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ അതും കൂടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാലിൻ്റെ വശം നമ്മൾ കണ്ണാടിയുടെ വാലിൻ്റെ വശം നമ്മൾ ആക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾക്ക് വാലിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഭാഗം കൂടി ഉണ്ട്. ആ ഭാഗം കൂടി നമുക്ക് ഇതേപോലെ പെന്നിൻ്റെ ട്യൂബിനുള്ള ഭാഗം കൊണ്ട് നമുക്കിങ്ങനെ ചെറുതായി ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ആദ്യത്തെ ലെയർ നമ്മൾ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ലേ ഉണ്ട്, അവിടെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ ക്ലേ വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ഓരോ ഡിസൈൻ കൊടുത്ത് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാ വശവും നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ടൂൾസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. അപ്പോൾ നമ്മളതെല്ലാം ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇതുമ്പോൾ നമ്മൾക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടത് നമ്മളതിന് അക്രിലിക്കിൻ്റെ ബ്ലാക്കും ഗോൾഡൻ കളേഴ്സാണ് നമ്മൾ എടുക്കുന്നത്.
ആദ്യം തന്നെ നമുക്ക് ആദ്യം ബ്ലാക്ക് നമുക്ക് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം. മിററിന് ഇതുമേ ആവാണ്ട് കംപ്ലീറ്റ് ആയിട്ട് സൂക്ഷിച്ച് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫിനിഷ് ചെയ്യണം. എവിടേക്കൊന്നും ആവാത്തതെന്ന് വെച്ചാൽ ഒന്നൊക്കെ നോക്കി ചെയ്ത് കൊടുക്കാം. നമ്മുടെ വാൽവിൻ്റെ വശം ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് ആയിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അവിടെ നമ്മളിത് വർക്കൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ വർക്ക് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ നമ്മുടെ അക്രിലിക്കിൻ്റെ തന്നെ ഗോൾഡൻ എടുത്തിട്ട് നമ്മൾ ഒന്ന് നമ്മുടെ ഫിംഗർ വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മിററിൻ്റെ വർക്ക്. വിഷുവിന് കണിയൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് അടിപൊളിയായി നമ്മുടെ കയ്യിലുള്ള പുതിയ മിററൊന്നും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള പഴയ മിറർ വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ വർക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? വളരെ തുച്ഛം പൈസ കൊണ്ടാണ് നമ്മൾക്ക് ആ ക്ലേ വാങ്ങിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അതിന് അധികം പൈസ ഒന്നും വരുന്നില്ല കേട്ടോ. വളരെ തുച്ഛമായ ഒരു എമൗണ്ട് നമുക്ക് ഒരു പാക്കറ്റ് ക്ലേക്ക് വരുന്നുള്ളൂ. ഇതുപോലെ അടിപൊളി ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് നമ്മുടെ പണ്ടത്തെ മിററിന് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ഈ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ. അതിനുവേണ്ടി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും